ഹായ് ജാൻസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേപ്രസീത വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ അടിപൊളി സൂപ്പറായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജാൻസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗസ് കിട്ടിയിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്ന്. ബൈ ദ വേ ജാൻസ്, ഇത് തന്നെയാണ് ഞാനും കഴിഞ്ഞ 2 ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജാൻസ്, അപ്പൊ ബൈ ദ വേ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ തമ്മിൽ കണ്ടത് ശരിയാണ് ജാൻസ്. അപ്പൊ ഇന്ന് നമ്മളുടെ പാതിരപ്പള്ളിയിൽ ഒരു പുതിയ യൂണിസെക്സ് സലൂണിന്റെ ഇനോഗ്രേഷൻ ആണ്. അപ്പൊ ആ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമാകാനായിട്ട് എനിക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും എനിക്കും സാധിച്ചിട്ടുണ്ട്. എന്നും പറഞ്ഞ് മറ്റേ മെയിൻ ഇനോഗ്രേഷൻ ഞാനല്ല പോയി നടത്തുന്നത്, അത് പള്ളിയിൽ അച്ഛനോ ആരോ ആണ് വന്ന് ചെയ്യുന്നത്. പക്ഷെ ആ ഇനോഗ്രേഷനിൽ വിളക്ക് കത്തിക്കുന്നതിന്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ സലൂൺ വരുന്നത് പാതിരപ്പള്ളി എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പൊ പാതിരപ്പള്ളി ഇങ്ങനെ ഡെവലപ്പ് ആവുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഉണ്ട് ജാൻസ്. അപ്പം പാതിരപ്പള്ളി നടക്കുന്ന ഓരോ ഇവന്റ്സും അതിനകത്ത് ഞാനൊരു പാർട്ട് ആവുകയാണെങ്കിൽ അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനകത്ത് ഭയങ്കര സന്തോഷവും കാര്യങ്ങളുമാണ്. ഇത് എന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്സ്, അറൌണ്ട് ഒരു 5 മിനിറ്റ്സിനകത്തേ ദൂരം വരത്തുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നും ഇല്ല. എന്റെ ഫസ്റ്റ് മിനി ഇനോഗ്രേഷൻ ആണ്. മെയിൻ ഇനോഗ്രേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല, കാരണം മെയിൻ ഇനോഗ്രേഷൻ വേറൊരു പള്ളിയിലച്ഛൻ നടത്തുന്നതെന്നാണ് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയത്. എന്നാലും എന്നെ സംബന്ധിച്ച് വിളക്കിന്റെ ഒരു തിരി കത്തിക്കുന്നതാണെങ്കിലും അവരെന്നെ സെലക്ട് ചെയ്തതിനകത്ത് ഞാൻ ഭയങ്കര പ്രൗഡുമാണ്, ലക്കിയാണ്, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്ക് നിങ്ങളോടും നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ വീഡിയോ അത്ര അതിഭീകര വ്യൂസ് ഉള്ള ചാനലൊന്നുമല്ല. പക്ഷെ എന്നാലും നിങ്ങളെപ്പോലുള്ള കുറച്ച് വ്യൂസ് എനിക്ക് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ടൈം എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതുകൊണ്ടാണ് ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 ഒക്കെ എനിക്ക് വ്യൂസ് എനിക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ആ ഒരു വ്യൂസ് റെക്കോർഡ് കണ്ടിട്ടാണ്, അതൊരു ചെറിയൊരു റെക്കോർഡാണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെനിക്കൊരു ഗ്രാൻഡ് റെക്കോർഡ് തന്നെയാണ്. അപ്പം അത് കണ്ടിട്ടാണ് അവർ അതിൻ്റെ ഒരു പാർട്ട് ആവാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡാഡിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടാണ്. എന്താ അമ്മ വരുന്നു. അപ്പം ഞാൻ രാവിലെ എക്സൈറ്റ്മെന്റ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. അപ്പം അമ്മ എനിക്ക് ചെറിയൊരു ബൂസ്റ്റ് പോലെ അറേഞ്ച് ചെയ്ത് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജാൻസ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എക്സൈറ്റിംഗ് ജേർണിയിൽ ഭാഗമാകാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ലവിങ് മീ. ആൻഡ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞ് ഭയങ്കര എളിമ നടത്തുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ നല്ലൊരു നിലയിൽ എത്തുമോ എന്നായിരിക്കും ആ ദിവസം. അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പായിട്ട് ഇതിനെ ഞാൻ കാണുന്നു. എന്താണേലും എന്നെ പോലെ തന്നെ എൻ്റെ ഓഡിയൻസിനും സന്തോഷം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളും എൻ്റെ ഈ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറിന് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കത്തില്ല. അപ്പോൾ അതേപോലെ നിങ്ങളും എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ സന്തോഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഇൻട്രോ 3 മിനിറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ കിടന്ന് സംസാരിച്ച് തള്ളി മറിക്കുന്നില്ല. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകാനായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ എത്ര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഡി ഒന്ന് വീക്ക് ആവുന്നതായിട്ട് തോന്നി. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരുമാതിരി നെഞ്ചരിച്ചിലും ഗ്യാസ് കയറുന്ന കണക്കൊക്കെ തോന്നി. അപ്പം അമ്മ എനിക്കൊരു ഗ്ലാസ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ട് തന്നു. പിന്നെ 2 ഇഡലി പിന്നെ കഴിക്കാൻ അങ്ങോട്ട് വെച്ചു. അമ്മ പറഞ്ഞു എന്തായാലും നീ കഴിച്ചിട്ട് പോ, അവിടെ ചെന്നാലും തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 1 മണി 2 മണിയാകും തിരിച്ച് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ 2 ഇഡലിയെങ്കിലും ലിപ്സ്റ്റിക്കൊക്കെ പോവാതെ കഴിക്കും. അപ്പോൾ നമ്മളുടെ വാതിക്കലത്തെ സ്റ്റഡി ടേബിളിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഈ വ്ളോഗ് എടുക്കുന്നതിന് മുന്നേ രാവിലെ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബുക്കൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഇഡലിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് പത്രം വായിക്കാൻ തുടങ്ങി ജാൻസ്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് കുറുവ സംഘം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബഹളങ്ങളും ഓരോരോ കാര്യങ്ങളാണ് പത്രത്തിനകത്ത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അതമ്മ വായിക്കുമായിരുന്നു. എനിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രാവിലെ തന്നെ കുറുവ സംഘം, അതും ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3 to 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള പല മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ കുറുവ സംഘങ്ങൾ കയറിയിരിക്കുന്നത്. തൊട്ടടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ പെടുന്ന സ്ഥലമാണ് മണ്ണഞ്ചേരി. ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലും പിന്നെ ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തായിട്ടുള്ള ഏരിയാസിലൊക്കെയാണ് ഇവർ മെയിനായിട്ട് കയറിയിരിക്കുന്നത്. ബൈ ദ വേ കുറുവ സംഘം എൻ്റെ വീട്ടിലോട്ടൊന്നും ഒരിക്കലും വരണ്ട, വന്നിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണ നല്ല പെപ്പർ സ്പ്രേ കരുതി വെച്ചിട്ടുണ്ട്, അടിച്ച് കണ്ണി തരുന്നതേ ഉള്ളൂ. പിന്നെ കണ്ണടിച്ച് പോയെന്നും പറഞ്ഞ് കണ്ണി കുരുമുളക് കൂടി വീണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. പിന്നെ പെട്ടെന്ന് അച്ഛൻ വന്നു, കാർ എടുത്ത് വളച്ചു. ഞാൻ ചെറിയൊരു ബീട്രൂട്ട് ഉപ്പിലിട്ട്
കിട്ടതിൻ്റെ ഒരു പീസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും വൊമിറ്റിംഗ് ടെൻഡൻസി കൂടപ്പുറപ്പായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് 2 മിനിറ്റ് ട്രാവൽ ചെയ്ത് പോകേണ്ട ദൂരത്താണെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഞാൻ കയ്യിൽ എപ്പോഴും കരുതിയേക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണയാണ് എനിക്ക് ഫുട്ടേജ് ഒക്കെ എടുത്തു തരുന്നത്. അവൾ ആദ്യമേ റോഡിൽ ഇറങ്ങി, നമ്മുടെ കൂടെ തന്നെ കാറിൽ വന്ന കൊച്ചാണ്, എന്നിട്ട് അവൾ ആദ്യമേ റോഡിൽ പോയി ഒരു ദൂരത്ത് പോയി നിൽക്കും, എന്നിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്ന സീൻ ഞാൻ കൃഷ്ണനെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാണ്. ജാൻസ്, എനിക്ക് നാണം വന്നിട്ട് എടുക്കാൻ വയ്യ. ഹായ്, നിനക്ക് എന്താണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്? അകത്തോട്ട് പോവാ വന്ന് എല്ലാരും നമ്മളെ നോക്കുന്നേ, അകത്തോട്ട് പോയിട്ട് വരാം. ഇതാണ് നമ്മളുടെ സലൂൺ പെർഫെക്റ്റ് മേക്ക് ഓവർ സ്റ്റുഡിയോ. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പാതിരപ്പള്ളി ജംഗ്ഷനിൽ തന്നെ കറക്റ്റ് പറയുവാണെങ്കിൽ മേരി ഇമാക്കുലേറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളുടെ സലൂൺ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും കൃഷ്ണയും കൂടെ നേരെ വാതിക്കൽ നിന്നിട്ടൊരു ഫൂട്ടേജ് എടുത്തിട്ട് അകത്തേക്ക് കയറുവാണ്. അച്ഛൻ്റെ ഫ്രണ്ട്സായ ടോണിച്ചേട്ടൻ്റെ വൈഫും കൂടെ ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ് ഈ ഒരു സലൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോണിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മ. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചു. ഇതിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ വ്ളോഗ് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് എൻ്റെ വ്ളോഗിൽ ഒരു ഹായ് കൊടുപ്പിച്ചു. ഇതാണ് ടോണിച്ചേട്ടൻ്റെ വൈഫും ഈ ഷോപ്പിന്റെ ഓണേഴ്സ്. അപ്പോൾ ഇവരുടേതാണ് ഈ ഒരു സലൂൺ. പാതിരപ്പള്ളിയിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് നടന്നാലും അത് എനിക്ക് എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കാണിക്കുന്നതിൽ എനിക്ക് നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം. നമ്മുടെ ഓണേഴ്സുമായിട്ട് ചെറിയൊരു ഡിസ്കഷനിലായിരുന്നു. ആക്ച്വലി ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആരുടേതായിരുന്നു. ചേച്ചി ഇപ്പോൾ പറയുമായിരുന്നു ടോണിച്ചേട്ടനാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഐഡിയ ഫസ്റ്റ് ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളുടെ പാതിരപ്പള്ളിയിലാണെങ്കിലും ഒരുപാട് സലൂൺസ് ഉണ്ടെങ്കിലും ഇതേപോലെ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള വേറൊരു യൂണിസെക്സ് സലൂൺ പാതിരപ്പള്ളിയിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ ചേച്ചിയോട് പറയുമായിരുന്നു, ഞാനും കൃഷ്ണയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അടുത്തൊക്കെ നമുക്ക് നല്ലൊരു സലൂൺ ഇല്ലാത്തതുകൊണ്ട് ഈവൻ ത്രെഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിൽ അത്രയും നല്ലൊരു സലൂൺ, നല്ലൊരു കസ്റ്റമർ സർവീസ് കിട്ടുന്ന ഒരു സലൂൺ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ് പോയി ചെയ്യുന്നത്. അപ്പോൾ ഇത്ര അടുത്ത് ഇത്ര ഓഫേഴ്സോടുകൂടി എല്ലാ ട്രീറ്റ്മെന്റും അവൈലബിൾ ആയിട്ടുള്ള ഒരു സലൂൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു നാട്ടുകാർക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഗുണമായിരിക്കും എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ ഉദ്ഘാടനം എന്നിവളുടെ വീഡിയോ ഈ ചേച്ചിയാണ് ഇവിടുത്തെ നമ്മുടെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു മെയിൻ സ്റ്റാഫ്. അപ്പോൾ ഈ ചേച്ചീനെ എനിക്കും കൃഷ്ണയ്ക്ക് നേരത്തെ അറിയാം. കാരണം കൃഷ്ണ ഈ ചേച്ചിയുടെ അടുത്താണ് സ്ഥിരമായിട്ട് പിരികം ത്രെഡ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദന എടുപ്പിക്കാതെ ത്രെഡ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവ് ഈ ചേച്ചിക്കുണ്ട് ചാൻസ്. അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു ടൂർ തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഓഫീസ് ഏരിയ, അതായത് നമ്മളുടെ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഏരിയ. ഇതേ കണക്ക് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് 2 സൈഡിൽ ഓരോ സിറ്റിങ്ങും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റും അവർ നമുക്ക് വേണ്ടിയിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ ഈ ചേച്ചിയുടെ ത്രെഡിന് ഭയങ്കര ഫാനാ. ആലപ്പുഴയില് ഇവിടെ കോളേജിന്റെ അടുത്തൊക്കെ കുറെ സലൂൺ ഉണ്ടല്ലോ, പക്ഷെ കൃഷ്ണക്ക് ഈ ചേച്ചി തന്നെ ചെയ്യണം. അല്ലേ കൃഷ്ണ, നീ ചേച്ചിയുടെ ത്രെഡ് ചെയ്യുന്നതിന്റെ ഫാനല്ലേ? വേദന എടുപ്പിക്കാതെ ത്രെഡ് ചെയ്യുന്നതാണ് കൃഷ്ണയുടെ ഇത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാതെ വന്നതെന്ന് ചെയ്യാനായിട്ട്. എന്നെക്കാട്ടിൽ സന്തോഷം സത്യത്തിൽ കൃഷ്ണയ്ക്കായിരുന്നു. കാരണം ഈ ചേച്ചി ത്രെഡ് ചെയ്യുമ്പോൾ കൃഷ്ണയ്ക്ക് ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഈ ന്യൂ ഷോപ്പിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റാഫായിട്ട് ഈ ചേച്ചിനെ തന്നെ കിട്ടിയതുകൊണ്ട് കൃഷ്ണയ്ക്ക് എന്തായാലും നല്ല സന്തോഷമായിരുന്നു. ആ കാണുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ ജാൻസ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ലേഡീസിന് ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ മെയിൽ സ്റ്റാഫ് വന്നിട്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ഇവരുടെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും തിരക്കുമായിരുന്നു. എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ നിന്ന്. ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണ് ഇവർ രണ്ടുപേരും. കേരളത്തിൽ പല ഫേമസ് ആയിട്ടുള്ള പല സലൂൺസിലും ഇവർ വർക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഇവർക്കും നല്ല സന്തോഷമുണ്ട് ഇത്ര നല്ലൊരു ഷോപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് മാറാൻ പറ്റിയതിൽ. ഞാൻ എന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചു, ഞാനിപ്പോൾ ഫോണിൽ കൊണ്ടുവന്ന ഒരു ഹെയർ സ്റ്റൈൽ തരുവാണെങ്കിൽ എനിക്ക് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് തരുമെന്ന്. നമ്മളെപ്പോലുള്ള ഗേൾസിന്റെ ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും നമ്മൾ മുടി കൊണ്ട് എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ കുളവാക്കി കൈ തരുമെന്നുള്ള വിധത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പരീക്ഷിക്കാനായിട്ട് ഒരു ദിവസം ഞാൻ വരാം. ഇപ്പം ഞാൻ ഓൾറെഡി ഹെയർ കട്ട് ചെയ്തിട്ട് 2 മന്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഉടനെ ഇനി വെട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഇത്തിരിയുടെ ലെങ്ത് വെച്ചിട്ട് ഞാൻ വരാമെന്നൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കയറിപ്പോര്, എന്ത് തരത്തിലുള്ള സർവീസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു തരാമെന്ന് അവർ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ട് ചാൻസ്. ഒത്തിരി ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നതുകൊണ്ട് വ്ളോഗ് എടുക്കാനായിട്ട് എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു ഇനിഷ്യലി. പിന്നെ അതങ്ങ് നമ്മൾ ഒരിടത്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ചാൻസ്. നമുക്ക് സ്പോട്ടിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് അവിടെ വന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
ചെയ്തിട്ടില്ലാത്ത കുറേ പേരൊക്കെ വന്നിട്ട് അവരുടെ ഫോൺ എൻ്റെ തന്നിട്ട് ഇന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ജാൻസ്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ച ആ ഫോട്ടോയിലെ ചേച്ചിക്ക് ഏതോ ഒരു ലേഡി യൂട്യൂബറിൻ്റെ കട്ടുണ്ട്, അതാരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. വടയും ചമ്മന്തിയും പിന്നെ വേറെ തരത്തിലുള്ളൊരു മുളക് ചമ്മന്തിയായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ കഴിച്ചില്ല ജാൻസ്, കാരണം എൻ്റെ അടുത്ത് ഫുള്ളായിട്ട് ഓയിൽ കട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് പിമ്പിൾസ് ഇപ്പം വരുന്നതുകൊണ്ട്. കൃഷ്ണ കഴിച്ചു. ഒറ്റയ്ക്ക് നിന്ന് കഴിക്കാനായിട്ടുള്ള ചെറിയൊരു സഭാകമ്പം ഉള്ളതുകൊണ്ട് അവൾ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞ അക്കയും കൂടെ നിൽക്കി ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത്. കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ജൻസ്. അവരെൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറയുന്നതിലും അല്ലെ അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുന്നതിലേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മെയിൻ ഇനോഗ്രേഷൻ ചെയ്യുന്നത് പള്ളിയിൽ അച്ഛനാണെന്ന്. അങ്ങനെ കറക്റ്റ് ടൈമിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടേതായിട്ടുള്ള കുറച്ച് പ്രയേഴ്സും കാര്യങ്ങളും പിന്നെ അച്ഛൻ്റെ ഒരു ചെറിയ മോട്ടിവേഷൻ സ്പീച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഇത്രയും വലിയൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുള്ള മാക്സിമം ആൾക്കാരെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റണമെന്നുള്ളത്. അതെന്തായാലും കൃഷ്ണ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് എഫക്റ്റീവായിട്ട് കൃഷ്ണ അതെനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഒരു വീഡിയോസും ഫുട്ടേജസും എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത്ര നേരം കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തണം. അങ്ങനെ നമ്മളുടെ ബ്രാൻഡ് ഷോപ്പ് ഇൻ പാതിരപ്പള്ളി യൂണിസെക്സ് സലൂണിൻ്റെ ഇനോഗ്രേഷനാണ്. അങ്ങനെ പള്ളിയിലച്ഛനാണ് ഇത് റിബൺ മുറിച്ച് ഇതിൻ്റെ ചടങ്ങ് നടത്തുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ വലിയ റിസ്ക്കും പിന്നെ ഒത്തിരി എഫേർട്സും എല്ലാം കൂടെ കൂടിക്കലർന്നാലേ നല്ലൊരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ലൈഫിൽ ഒരു വലിയ ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ബിസിനസ് വുമണായി സക്സസ്ഫുൾ ആവണമെന്നുള്ളത്. ഇവരുടെ ഒപ്പം ലൈറ്റ് ലാമ്പ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാത്തിനും ഞാൻ ഈ ഒരു സമയത്ത് താങ്ക് യു പറയാണ് ചാൻസ്. അങ്ങനെ പിന്നെ കുറച്ച് പ്രാർത്ഥനയും നമ്മുടെ ഈ ഒരു ഹോളും കാര്യങ്ങളൊക്കെ വെഞ്ചരിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഫുൾ വൈബായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ കസ്റ്റമേഴ്സും സ്റ്റാഫ്സും വരുന്നു. ഇവരുടെ തന്നെ റിലേറ്റീവ്സ് ഒക്കെയാണത്. ഓരോരുത്തരും വന്ന് ഓരോരോ സർവീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണയുടേത് നമുക്ക് ത്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് കൃഷ്ണയുടെ നമ്മൾ പിന്നെ നാളെ വന്നിട്ട് ത്രെഡ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാനും കൃഷ്ണ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടും എന്തുകൊണ്ട് ഫുള്ള് നല്ലൊരു സെറ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഇതാണിത് നമ്മുടെ ചേച്ചിയുടെ അമ്മ ത്രെഡ് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പാതിരപ്പള്ളിയിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരിക. ഇവിടുത്തെ സർവീസൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞാനും കൃഷ്ണൻ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചാനലിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിന്റെ പേര് സാവിയോ ആൻഡ് സാറാസ് വേൾഡ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? ശരി ശരി, ബൈ ബൈ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചുണ്ടാപ്പറ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മേക്ക് ഷുവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക. സോ ലവ് യു ഓൾ, ബൈ.